ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുവായൂരിൽ ഞങ്ങളുടെ ആനിവേഴ്സറിയുടെയും ഗുരുവായൂരിലെ ഉത്സവത്തിൻ്റെയും കൂടി ഒരു 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3-ാമത്തെ ഭാഗമാണ് കേട്ടോ. അതിൻ്റെ എന്നുവെച്ചാൽ ഒന്നിച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. അതുകൊണ്ടാണ് ഒന്നിച്ച് അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം പകുതിയായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതും പോയി കാണാം. അതിനുശേഷം ഇത് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഡെക്കറേഷൻ ചെയ്തൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ആ വീഡിയോയിൽ ഞാൻ പറന്നിറക്കുന്ന വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ അവിടെയൊക്കെ കാണാൻ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഷോപ്പുകളിലും മുന്നിലും ഇങ്ങനെ ഭഗവാനൊക്കെ ഒരുക്കി വെച്ച് നല്ല വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് തന്ന ഗിഫ്റ്റ് കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞേ, ഷോപ്പിൻ്റെ മുന്നിൽ ഇങ്ങനെ ഭഗവാനെ ഒരുക്കി വെച്ച് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ, വിളക്കെല്ലാം കത്തിച്ച് കണ്ണിനെ കാണാൻ എന്തൊരു ഐശ്വര്യം നോക്കിയേ. അപ്പം കണ്ടില്ലേ, റോസ് പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയില്ലേ. ഇത് ഞങ്ങൾ പോണ വഴിക്ക് ഒരു അമ്പലം ലൈറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ ഞാനൊരു ഭംഗി തോന്നിയപ്പോൾ എടുത്താട്ടോ. ഇത് നമ്മുടെ നടപ്പന്തൽ ആ ഭാഗം ഗുരുവായൂരിലെ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ, കണ്ണിനും രാവിലെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നവരുണ്ട്. ഞങ്ങൾ സെൽഫി എടുത്തു കേട്ടോ അവിടെ നിന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, നല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു. പിന്നെ ഒന്നില്ലേ, കണ്ണങ്ങോട്ടോ പപ്പു ചേട്ടൻ പറഞ്ഞ മതി, ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ആയ ആൾ കൂട്ടം തെറ്റിപ്പോവും ആൾക്കാരെ കൂടെ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇവരെ ശ്രദ്ധിക്കണം, വീഡിയോയും എടുക്കണം, എല്ലാം കൂടി കുറച്ചൊക്കെ ഷെയ്ക്കായി പോയിണ്ടാവും ചിലപ്പോൾ കേട്ടോ. വീഡിയോ ക്ഷമിക്കുക. അപ്പോൾ ഇവരെയും നോക്കണ്ടേ, കൂട്ടം തെറ്റി പോകുന്നുള്ളൊരു പേടി. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കും, പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കും, അങ്ങനെ ഇങ്ങനെയാണ്. അപ്പം ഹസ്ബൻഡൊന്ന് കുറേ അപ്പുറത്തും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ഞാൻ എവിടെ എത്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരും ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോയിട്ടേ ആളെ കാണാണ്ട് വിഷമിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട്, കാണാത്തവർ ഇന്ന സ്ഥലത്ത് എത്തിപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അമ്പലത്തിൻ്റെ ഈ നമ്മുടെ സ്റ്റേജിൻ്റെ ഇങ്ങേ സൈഡ് കണ്ടോ, രാമായണത്തിൻ്റെ ആ ഒരു ഭാഗം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. ഇപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ അങ്ങനെ പൊങ്ങി വരുന്ന ഹനുമാൻ കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി വരുന്ന ഭാഗം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് കുറേ നേരം അതിനകത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കി നിന്ന് അതിനകത്ത് ലയിച്ചു പോയി കേട്ടോ. അറിയാതെ നമ്മളങ്ങനെ നിന്ന് പോകുമല്ലോ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ. അതങ്ങനെ നിന്ന് ഞാനവിടെ നിന്ന് മറന്നുപോയി. അത് കണ്ട് നിന്ന് അപ്പം ഹനുമാൻ അങ്ങനെ പൊങ്ങി വരുന്നതും ആ താഴ്ന്നു പോകുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോൾ. വലിയ ഹനുമാൻ കാണുമ്പോൾ അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം കേട്ടോ, നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ അത് കണ്ട് ഞാൻ കുറച്ച് നേരം അതിനകത്തും ഞാൻ പറഞ്ഞില്ലേ ലയിച്ചു പോയി. കുറച്ച് കഴിഞ്ഞ് കണ്ണൊന്നും കൂടെ തെറ്റിയപ്പോൾ എൻ്റെ കൂടെയുള്ള 2 പേരും കാണുന്നില്ല. ആകെ ടെൻഷനായിട്ടോ കാണാത്ത കണ്ടപ്പോൾ. പക്ഷെ അവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ ആകെ ഒരു വല്ലാതെ ടെൻഷനിലായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിക്കാൻ വന്നു. അങ്ങനെ ഞാൻ തിരിച്ചങ്ങനെ പോയി. അല്ലാതൊരു ഇതായിപ്പോയി കേട്ടോ ആൾക്കാരെ കൂടെ കൂടുമ്പേ. അപ്പോൾ പിന്നെ എന്നെ ഒന്നിങ്ങനെ നോക്കിക്കുക അവർ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ റോട്ടിലേക്ക് പുറമേക്ക് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അതെന്ന് വെച്ചാൽ നമുക്ക് റോട്ടിൽ അപ്പുറം ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് പോകണമെങ്കിലേ, അപ്പോൾ ഇവനാണെങ്കിൽ വിശന്നിട്ടും വയ്യ. അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ മമ്മിയൂർ അമ്പലത്തിലൊക്കെ പോയതുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വരുന്ന വഴിയുള്ളത് എടുത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കോള് വന്നു. എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അറിയാമല്ലോ, നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനിലായി പോവില്ല നമ്മൾ. അപ്പം പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വൈകുന്നേരമായിട്ട് പോരണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പുലർച്ചയായപ്പം വേഗം റൂമൊക്കെ വേഗം വെക്കേറ്റ് ചെയ്ത് വേഗം പോരുകയുണ്ടായത്. അപ്പം ഞങ്ങൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ്. ഇതൊക്കെ കണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഇഷ്ടമായെന്ന് പറയുക. അപ്പം പതിവ് പോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് അനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കൊന്ന് എത്തിക്കണം. അപ്പം ഇനി അടുത്ത് ഞങ്ങളുടെ പ്രോഗ്രാം വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലത്തെ പ്രോഗ്രാമും വരുന്നുണ്ട്, ഞങ്ങളുടെ റെസിഡൻസിലെ പ്രോഗ്രാമും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അത് ഇനി അടുത്ത വീഡിയോ ഞാൻ അങ്ങനത്തെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇഫ്താർ വരുന്നുണ്ട് റെസിഡൻസിൻ്റെ വകയുള്ള, അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാവരും വാച്ച് ചെയ്യുക, ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഭാഗമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. ഇതാ ഞങ്ങൾ നിന്നിരുന്ന ഹോട്ടലിലേക്ക് എത്തി കേട്ടോ. ഇതാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് എത്തി. അപ്പോൾ രാവിലെ ആകുമ്പം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അവിടേക്ക് പോകേണ്ടതുകൊണ്ട് പിന്നെ ഒന്നും എടുക്കാനുള്ളൊരു മനസ്സുണ്ടായില്ല. അതാണ് സത്യം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോണ വഴിക്ക് ഞാൻ എടുത്തിങ്ങനെ പോയതാണ്. അപ്പോൾ എല്ലാവരോടും കാണുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.